ഹലോ, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ നമ്മുടെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എത്തുകയാണ്. അപ്പം അച്ഛമ്മയുടെ വീട്ടിൽ വന്ന വഴി ഇവർ രണ്ടുപേരും നമ്മുടെ ആദിയുടെ വീട്ടിലേക്ക് വന്നു. ആ സമയത്താണെങ്കിലോ അവിടെ നമ്മുടെ ശ്രുതി ഉണ്ടായിരുന്നു. മകൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ശ്രുതിക്ക് മകനോടൊരു പ്രത്യേക താല്പര്യമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുന്നതൊന്നും അറിയാതെ സച്ചിയും രേവതിയും കൂടെ ആദിയുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലോ ശ്രുതിയാണ് അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ബർത്ത്ഡേയും കാര്യങ്ങളും കേക്കും അതുപോലെ അവിടുത്തെ മുഴുവൻ അലങ്കാര പണികളും ഒക്കെ ചെയ്ത് നമ്മുടെ ശ്രുതി അവിടെ മാറി നിൽക്കുമ്പോഴത്തേക്കിനും ആദ്യമാണെങ്കിലോ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുകയാണ്. ഇത്രയും കാലവും അമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ സാമീപ്യവും ഒന്നും കിട്ടാത്ത നമ്മുടെ ആദിക്കാണെങ്കിലോ അമ്മയെ പിരിഞ്ഞിരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ വിമലാമ്മയുടെ അടുത്ത് സച്ചി സംസാരിക്കുക. അപ്പം സച്ചി പറഞ്ഞു, അല്ലമ്മേ, അമ്മയുടെ മോള് ദുബായിലല്ലേ? അപ്പം ദുബായിൽ നിന്ന് പുള്ളിക്കാർ വരികയാണെങ്കിൽ ദേ ഈ ആദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവനൊരു കുഞ്ഞു കൊച്ചല്ലേ, അവൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടി വളരേണ്ട സമയമല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ അതൊരു ട്രാജഡിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും വിമലാമ്മ സച്ചിയോടും രേവതിയോടും പറയുക, എൻ്റെ മോളെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. എൻ്റെ പൊന്നു മോളെ ഞാൻ അവളുടെ 18ാമത്തെ വയസ്സിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു. അതെന്താ അമ്മ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നും പറയണ്ട മോളെ, അപ്പം എൻ്റെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയത്. അത് ഏറ്റവും വലിയൊരു തെറ്റായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതൊരു പ്രായമുള്ള ആളായിരുന്നു. അയാൾ ആദ്യം ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയാൾ മരിച്ചു പോവുക ചെയ്തത്. അപ്പം തൻ്റെ മകളോട് ഈ അമ്മ ചെയ്തു പോയ തെറ്റുകളൊക്കെ രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ ഇങ്ങനെ ഏറ്റുപറഞ്ഞു. അതിൻ്റെ ഒരു പ്രായച്ചിത്തമായിട്ട് ആദ്യം ഞാൻ നോക്കുന്നതെന്നും വിമലാമ്മ പറയുമ്പോഴത്തേക്കിനും രേവതിക്ക് ശരിക്കും പാവം തോന്നി. നമ്മുടെ സച്ചിക്കാണെങ്കിലോ സച്ചിക്ക് നല്ല സങ്കടമായി കേട്ടോ. സച്ചിയെ അമ്മയുണ്ടായിട്ടും അച്ഛമ്മയാണല്ലോ വളർത്തിയത്, അതിൻ്റെ ഒരു സങ്കടമൊക്കെ നമ്മുടെ സച്ചിക്കുണ്ട്. അങ്ങനെ സച്ചി ആദ്യം കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അത് സാരമില്ലമ്മേ, ദേ അമ്മ ഒരു കാര്യം ചെയ്യണം. ദേ ആ ദുബായി പോയിരിക്കുന്ന മോളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ പറയണം. അവളോട് പറയണം ഈ കുഞ്ഞിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുതെന്ന്. അവൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ അറിഞ്ഞ് വളരേണ്ട സമയമാണല്ലോ. അങ്ങനെ വിമലാമ്മയുടെ അടുത്ത് നമ്മുടെ സച്ചി എല്ലാ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അപ്പോൾ രേവതി ആണെങ്കിലോ എന്നാൽ നമുക്കിനി കേക്ക് കട്ട് ചെയ്താലോ, എല്ലാവരും വെയിറ്റിംഗ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ നമ്മുടെ സച്ചിയും കൂട്ടിയിട്ട് ആ ഒരു ഹാളിലേക്ക് ചെല്ലുക. അങ്ങനെ അവിടെ ചെല്ലുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ആദിയും അതുപോലെ ആദിയുടെ കുറച്ച് കൂട്ടുകാരും എല്ലാവരും കൂടെ ആ റൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ദേ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമൊക്കെ ആയി, രേവതി ആൻറ്റിയും സച്ചി അങ്കിളൊക്കെ ഇവിടെ വന്നേ. അങ്ങനെ അവരും നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒക്കെ കൈയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ആദിയുടെ ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയം അപ്പുറത്ത് മാറിയിട്ട് ശ്രുതി ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. ചങ്ക് തകരുന്നൊരു കാഴ്ച ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അവൾ അവിടുന്ന് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ആദ്യമാണെങ്കിൽ സച്ചിക്കും രേവതിക്കും ഒക്കെ കേക്ക് കൊടുത്തു. പക്ഷേ അപ്പോഴും ആ കുഞ്ഞ് അതിൻ്റെ അമ്മയെ തിരയുന്നുണ്ട്. വിമലാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ വിമലാമ്മയാണെങ്കിലോ അവിടുന്ന് ചെറിയൊരു സമയം കിട്ടിയതും അങ്ങ് മാറി നിന്നു. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുക, മോളെ നീ ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്, ഞാൻ ഇപ്പം നടത്തെരുവിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് സമാധാനമായോ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കിനും മോളെ ഞാൻ എന്ത് ചെയ്യാനാ, അവരിവിടെ വന്നു, അതും പ്രതീക്ഷിക്കാതെ തന്നെ. എനിക്ക് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. നീ കണ്ടില്ലേ മോളെ, ദേ ആദ്യം എത്രമാത്രം കാര്യമായിട്ടാണ് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ സ്നേഹിക്കുന്നത്. നീ കൊടുക്കാത്ത സ്നേഹം കൂടി ആ രേവതി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിലോ ദേ ഞാനങ്ങ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവരെയൊക്കെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ അമ്മയ്ക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
അങ്ങനെ വിമലാമ്മ അവരുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും എന്തായാലും ഇവിടെ വന്ന് ഇന്നത്തെ ദിവസം തന്നെ ആദ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലൊക്കെ പങ്കുചേരാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷമായെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ആദ്യക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി അവിടുന്ന് മടങ്ങുകയാണ്. ഈ സമയം തന്നെ വിമല തൻ്റെ മകളെ വിളിച്ചു വരുത്തി. ശ്രുതി വന്നതും, ദേ നിങ്ങൾ മനഃപൂർവ്വമല്ലേ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസും ഉണ്ടാക്കുന്നത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അവളുമായിട്ട് യാതൊരുവിധ ബന്ധവും വേണ്ടാന്ന്, ഇനി അവരോട് നേരെ തന്നെ പറഞ്ഞോണം, ഇനി ഈ വീട്ടിലേക്ക് അവർ വരരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെയും സച്ചിയെയും അകറ്റണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സംസാരിക്കുമ്പം വിമലാമ്മ പറഞ്ഞു, മോളെ ഞാൻ എങ്ങനെയാണ് അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർക്ക് നിന്റെ മോനെ അത്ര കണ്ട് ഇഷ്ടമാണ്, ദേ അമ്മ ഞാൻ പറഞ്ഞു കേട്ടോ, ഇനി ഈ ശ്രുതി ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും ഏത് രീതിയിൽ പെരുമാറുമെന്നൊന്നും അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് കല്ലി തുള്ളി പോവാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അവരുടെ വണ്ടിയിൽ മടങ്ങി വരുന്ന ആ ഒരു സമയത്ത് രേവതിയാണെങ്കിലോ, എനിക്ക് സച്ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇത്രയും സമയം ആലോചിച്ചത് നമ്മുടെ ആദിക്കുട്ടനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സച്ചിയും പറഞ്ഞു, ഞാനും അത് തന്നെ അടി ആലോചിക്കുന്നത്. അല്ല നിനക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ, എന്താ നീ പറയാൻ വന്നത്? അതൊക്കെ ഉണ്ട്, ആദ്യം നിങ്ങൾ പറയും. അതെ വേണ്ട വേണ്ട ആദ്യം നീ തന്നെ പറയുന്നു പറഞ്ഞു. അപ്പം രേവതി പറയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് തോന്നുന്നത് ആദ്യം നമുക്കെടുത്ത് വളർത്തിയാലോ, അവനൊരു അമ്മയൊന്നും ഇല്ലല്ലോ, അവനൊരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ എനിക്ക് പറ്റും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനു മുന്നേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും സമ്മതമൊക്കെ വാങ്ങണമെന്നും രേവതി പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, നീ എൻ്റെ ഉത്തമയായിട്ടുള്ള ഭാര്യ തന്നെയാണ്, ഞാനും അത് തന്നെ ആലോചിച്ചത്, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ആദി ഞാൻ വളർന്നതുപോലെ ഒരിക്കലും അവൻ വളരരുത്, അവനൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ സച്ചിയും ആ ഒരു തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതി എന്ന് പറയുന്ന ആ അമ്മ തന്നെയാണ്. അപ്പം ഇതിന് വീട്ടിൽ പറയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈശ്വരനോട് അനുവാദം ചോദിച്ചാലോ. അങ്ങനെ രേവതി സച്ചിയും കൂട്ടിയിട്ട് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ എത്തുകയാണ്. അവിടെ വന്ന പാടെ തന്നെ, അല്ല നീ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു, ഇവിടെ വന്നിട്ട് നമ്മൾ ആരോട് എന്ത് ചോദിക്കാനാ? അങ്ങനെ രേവതി പറഞ്ഞു, ഞാനേ 2 ഞറക്കിടും, ആ ഞറക്കിൽ ഏതാണോ തിരുമേനി എടുക്കുന്നത് അതും ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് ആ ഞറക്കായിരിക്കും, അതിൽ തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക എന്നും പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ഒന്നില് ആദ്യയെ ദത്തെടുക്കണമെന്നും ഒന്നില് ആദ്യയെ ദത്തെടുക്കണ്ട എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുത്തു. ഭഗവാന്റെ പാദത്തിൽ വെച്ച് പൂജാരി പൂജിച്ച് ഒരു ഞരക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലും വളരെ ആകാംക്ഷയോടുകൂടി അത് തുറന്ന് നോക്കുക. ശരിക്കും പറഞ്ഞാൽ രേവതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഭഗവാൻ പറയുന്നത് ആ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണ്ടെന്ന് തന്നെയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലും നീ ഒരു മണ്ടി, എടി ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ? ദേ എൻ്റെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് അതിലെന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രേവതിയുടെ മനസ്സിൽ മുഴുവനും ഈശ്വരൻ പറയുന്നത് അത് ചെയ്യണ്ട എന്ന് തന്നെയാണല്ലോ. ഈ ഒരു കാര്യം ഇവളിങ്ങനെ ആലോചിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ്. ചന്ദ്രയാണെങ്കിലോ ഭാമയോട് നിന്ന് ആലോചിച്ചു, അല്ല എൻ്റെ ഈ ഒരു ഡാൻസ് സ്കൂള് നല്ല രീതിയിൽ പോകുന്ന ലക്ഷണമൊന്നും ഇല്ല ഭാമേ, നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നീ പറഞ്ഞതാ എന്നൊക്കെ പറയുകയാണ്. ഭാമയാണെങ്കിലോ തൻ്റെ ഉറ്റ സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ ഭാമ ചന്ദ്രക്ക് വേണ്ടുന്ന ആ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്